ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പോസ്റ്റ് ഓഫീസിലെ ഒരു സേവിങ്സ് അക്കൗണ്ടിനെ കുറിച്ചാണ്. പോസ്റ്റ് ഓഫീസിൽ ഒരുപാട് സേവിങ്സ് സ്കീംസ് ഉണ്ട്. അതിൽ തികച്ചും വ്യത്യസ്തമായ ഒരു സ്കീമിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ പോകുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. എന്നാൽ മാത്രമേ അടുത്ത് വരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. പെൺമക്കൾക്ക് വേണ്ടിയുള്ള ഒരു നിക്ഷേപമായ സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പെൺമക്കളുള്ള രക്ഷിതാക്കൾക്ക് അവരുടെ ഫ്യൂച്ചറിലെ വിദ്യാഭ്യാസ ചിലവുകളെ നേരിടാൻ മികച്ചൊരു നിക്ഷേപമാണ് സുകന്യ സമൃദ്ധി യോജന. 2015 ഈ പദ്ധതി ആരംഭിക്കുന്നത്. നികുതി ബാധ്യതയില്ലാതെ നിക്ഷേപിക്കാം എന്നതാണ് സുകന്യ സമൃദ്ധി യോജനയുടെ മെയിൻ ഫീച്ചർ. അതായത് ടാക്സ് ഫ്രീ ആയിരിക്കും. പെൺമക്കളുള്ള പാരൻസിന് മാത്രമാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത്. പെൺകുട്ടികൾക്ക് 10 വയസ്സ് ആകുന്നതിന് മുൻപായിട്ട് ഈ അക്കൗണ്ട് ആരംഭിക്കണം. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ പലിശ ഓരോ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടിച്ചേർക്കുക. അതായത് ഇപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് 8.20% ആണ്. 21 വർഷമാണ് ഈ നിക്ഷേപത്തിൻ്റെ കാലാവധി. ഇതിൽ 15 വർഷമാണ് നമ്മൾ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഇനി ഇത് നിക്ഷേപിക്കേണ്ട രീതി നമുക്ക് നോക്കാം. കുറഞ്ഞത് ഒരു വർഷത്തിൽ 250 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റ് ചെയ്യാം. ഈ ഡെപ്പോസിറ്റ് എമൗണ്ട് മാസങ്ങളായും വർഷത്തിലും ഡെപ്പോസിറ്റ് ചെയ്യാം. മെച്യൂരിറ്റി പീരീഡിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് നമുക്ക് ടാക്സ് ഫ്രീ ആയിരിക്കും. ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ 21 വർഷമാണ് ഈ സ്കീമിൻ്റെ കാലാവധി. പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇതിലെ നിബന്ധനകൾ പ്രകാരം 50% വരെ നമുക്ക് എമൗണ്ട് പിൻവലിക്കാം. ഒറ്റ തവണയായോ അല്ലെങ്കിൽ തവണകളായോ നമുക്ക് എമൗണ്ട് പിൻവലിക്കാം. ഉയർന്ന വിദ്യാഭ്യാസ ഫീസിനായാണ് തുക പിൻവലിക്കാനാവുക. ഇനി പെൺകുട്ടിയുടെ മാരേജ് ടൈമിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ക്യാഷ് ഫുള്ളായി റിസീവ് ചെയ്യാം. അടുത്തതായി ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. പെൺകുട്ടികളുള്ള പാരൻസിനോ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയനോ മാത്രമേ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അടുത്തതായി ഒരു ഇന്ത്യൻ സിറ്റിസണിന് മാത്രമേ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. നെക്സ്റ്റ്, സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട വിധം നോക്കാം. ഓപ്പൺ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഫോം ഇന്ത്യൻ പോസ്റ്റൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അടുത്തുള്ള എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ഈ ആപ്ലിക്കേഷൻ ഫോം ലഭ്യമായിരിക്കും. ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അതിൽ അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് കൂടെ അറ്റാച്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിരിക്കും. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിനാവശ്യമായിട്ടുള്ളതെന്ന് നോക്കാം. കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കുട്ടിയുടേതും പാരൻറ്റിൻ്റേതും, ആധാർ കാർഡ്, അത് കുട്ടിയുടേതും പാരൻറ്റിൻ്റേതും വേണം. നെക്സ്റ്റ്, അഡ്രസ് പ്രൂഫ്. ഈ ഡോക്യുമെൻറ്റ്സ് ആണ് ആവശ്യം. നെക്സ്റ്റ്, റിക്വയർഡ് എമൗണ്ട് പേ ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. മിനിമം 250 റുപ്പീസ് വെച്ച് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി ഒരു വീട്ടിൽ 2 പെൺകുട്ടികളാണ് ഉള്ളതെങ്കിൽ 2 പെൺകുട്ടികളുടെ പേരിലും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ അക്കൗണ്ടിൻ്റെ വലിയൊരു ബെനിഫിറ്റ് എന്തെന്നാൽ ടാക്സ് ഫ്രീ ആയിരിക്കും. നമുക്ക് GST ഒന്നും പേ ചെയ്യേണ്ടി വരത്തില്ല. അനദർ ഓൺ, ഈ അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് 8.20 ആണ്. ഓരോ വർഷം പോകുന്തോറും ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. പെൺകുട്ടികൾക്കായി ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സേവിങ്സ് അക്കൗണ്ടാണ് സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ടിൻ്റെ കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കിയായിരുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.